ഗ്രൂപ്പ് ഡിയുടെ ഫിസിക്കൽ ടെസ്റ്റ് എങ്ങനെ പാസ്സാവാം? അപ്പൊ നമുക്കിനി മുന്നിലുള്ള കടമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഡിയുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ്. അപ്പോൾ വളരെ കുറച്ച് സമയങ്ങൾ കൊണ്ട് എങ്ങനെ നമുക്ക് ഈ ഗ്രൂപ്പ് ഡിയുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കടന്നു കിട്ടാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ പ്രധാനമായിട്ടും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ കാറ്റഗറീസിൽ രണ്ട് വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചേക്കുന്നത്. അപ്പോൾ മെയിൽ കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 കിലോ ക്യാരി ചെയ്ത് നിങ്ങൾ 100 മീറ്റർ 2 മിനിറ്റിൽ ഓടി തീർക്കാൻ പറയുന്നുണ്ട്. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 1 കിലോമീറ്റർ 4 മിനിറ്റും 15 സെക്കൻഡിലും ഓടി തീർക്കണം. ഇതാണ് മെയിൽ കാറ്റഗറിയിൽ വരുന്ന രണ്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റുകൾ. അതായത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 കിലോ ക്യാരി ചെയ്ത് നിങ്ങൾ 100 മീറ്റർ 2 മിനിറ്റിൽ ഓടണം. രണ്ടാമത്തേത് 1 കിലോമീറ്റർ 4 മിനിറ്റ് 15 സെക്കൻഡിൽ നിങ്ങൾ ഓടി തീർക്കണം. ഇനി ഫീമെയിലിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 20 കിലോ ക്യാരി ചെയ്ത് നിങ്ങൾ 100 മീറ്റർ 2 മിനിറ്റിൽ ഓടണം. അതുപോലെ തന്നെ 1 കിലോമീറ്റർ 5 മിനിറ്റ് 40 സെക്കൻഡിൽ നിങ്ങൾ ഓടി തീർക്കണം. സോ ഈ രണ്ട് കടമ്പകൾ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ എല്ലാ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് നമ്മളെല്ലാവരും എപ്പോഴും ജിമ്മിൽ പോകുന്നവരായിരിക്കില്ല, വർക്കൗട്ട് ചെയ്യുന്നവരായിരിക്കില്ല, ഓടാൻ പോകുന്നവരോ ജോഗിങ്ങിന് പോകുന്നവരോ ഒന്നും ആയിരിക്കണമെന്നില്ല. പക്ഷെ ഇങ്ങനെ ഉള്ളവർക്കും ഈ ഒരു 2 മാസം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇപ്പോൾ നിലവിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോഴേ തന്നെ ഒരു പ്രോപ്പർ ട്രെയിനറുടെ അടുത്ത് പോവാം. ഇപ്പൊ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി തന്നെ ആയിരിക്കണമെന്നില്ല. ഇപ്പൊ നമുക്ക് ആർമി, നേവി, ഗ്രൂപ്പ് ഡി അങ്ങനത്തെ എല്ലാ പരീക്ഷകൾക്കും ഫിസിക്കൽ എഫിഷ്യൻസി ട്രെയിനിങ് കൊടുക്കുന്ന സെന്റേഴ്സ് നിങ്ങളുടെ പരിസരത്തൊക്കെ തന്നെ ഉണ്ടാവും. അപ്പൊ നല്ലൊരു സെന്റർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ആരംഭിച്ചോളാം. ഇപ്പോൾ നമുക്ക് പ്രോപ്പർലി അറിയാനായിട്ട് പറ്റും സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്. ഇനി അത് അങ്ങനെ അറിയാത്തവരാണെങ്കിൽ വീട്ടിൽ സ്പോർട്സിന് പോയിട്ടുള്ളവരോ അല്ലെങ്കിൽ അത്ലറ്റ്സ് ആയിട്ടുള്ളവരോ ജിമ്മിലൊക്കെ പോകുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കുക. എൻ്റെ ഡിമാൻഡ് ഇതാണ്, എനിക്ക് അത്യാവശ്യം ഒരു ഓടേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്, പിന്നെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യവും വരുന്നുണ്ട്. സോ സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ചെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നല്ല രീതിക്ക് സ്ട്രെച്ചിങ് ആരംഭിച്ചോളുക. അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് വാക്കിംഗ്. ഡെയിലി ഒരു 30 മിനിറ്റ് നല്ല അടിപൊളിയായിട്ട് നടന്നു തുടങ്ങുക. അതായത് ഈ അടുത്തൊരു ദിവസം കൊണ്ട് നിങ്ങൾ ചെയ്തു തുടങ്ങേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റ് വാക്കിംഗ് മസ്റ്റ് ആയിട്ട് ചെയ്യുക. നല്ല പക്കയായിട്ടുള്ള സ്ട്രെച്ച് വാക്കിംഗ് ആയിരിക്കണം. നല്ല അടിപൊളിയായിട്ട് ഒരു 30 മിനിറ്റ് വാക്കിംഗ് തുടങ്ങുക. ഒരാഴ്ച ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ ഒരു 20 മിനിറ്റ് ജോഗിങ് ആരംഭിച്ചോളുക. അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾക്ക് CBT, അതായത് നമ്മുടെ ഈ ഒരു CBT റിസൾട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഒരു 20 മിനിറ്റ് ജോഗിങ് ഡെയിലി ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അടുത്ത ഒരാഴ്ച ഒരു 30 മിനിറ്റ് വാക്കിംഗ് ചെയ്യുക. അപ്പോൾ വാക്കിംഗ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയൊക്കെ ഒന്നുകൂടി ഒന്ന് സെറ്റ് ആയിട്ട് വരും. അതിനുശേഷം പയ്യെ ഒരു 20 മിനിറ്റ് ജോഗിങ്ങിലോട്ട് കിടക്കാം. നിങ്ങൾക്ക് ഐദർ ഗ്രൗണ്ടിൽ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ റോഡിൽ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ കംഫർട്ടാണ്. പക്ഷെ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ യാതൊരു രീതിയിലുള്ള ഇഞ്ചുറീസും ഈ ഒരു സമയത്ത് വരുത്താതിരിക്കാൻ നോക്കണം. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓടുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ പ്രോപ്പർ ആയിട്ടുള്ള ഷൂ യൂസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ റിസ്കി ആയിട്ടുള്ള ഒരു പരിപാടിയും ചെയ്യാൻ നിൽക്കണ്ട. റിസ്കി ആയിട്ട് ജിമ്മിൽ പോകാൻ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാനായിട്ട് നിൽക്കരുത്. നിലവിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ വീട്ടിൽ തന്നെ നമുക്കൊന്ന് ജോഗിങ് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയൊരു വാക്കിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് ആരംഭിച്ചിട്ട് ബോഡിയൊക്കെ നല്ല രീതിക്ക് ഒന്ന് സ്ട്രെച്ച് ആയിട്ടൊന്ന് ഫിറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വെയിറ്റ് ലിഫ്റ്റിംഗ് പോലുള്ള പ്രോപ്പർ ട്രെയിനിങ് പരിപാടിയിലോട്ടൊക്കെ ഒന്ന് പോയാൽ മതി. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പാസ്സാവാന്ന് പറഞ്ഞാൽ. പക്ഷേ നിങ്ങൾ അവിടെ ചെന്നതിന് ശേഷമാണ് ഈ പറഞ്ഞ പരിപാടികളൊക്കെ ചെയ്യാനായിട്ട് നോക്കുന്നതെങ്കിൽ പണി പാളും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം നിങ്ങൾ ഇതൊന്നും ചെയ്ത് ശീലമില്ലാത്ത ആൾക്കാരാണ്, ബോഡി വളരെ കാലമായിട്ട് നല്ല റിജിഡ് ആയിട്ടും സ്റ്റിഫ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. സോ ഇപ്പോൾ ഒരു 30 മിനിറ്റ് വാക്കിംഗ് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു പെയിനും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങും. അതിനുശേഷം ജോഗിങ് ഒക്കെ ആരംഭിക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് ആ പെയിൻ്റെ ഒരു പീരീഡ് ഒക്കെ കഴിഞ്ഞ് നിങ്ങളുടെ ബോഡി നല്ല സെറ്റ് ആയിട്ടിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ അതിനുശേഷം ആകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? CBT റിസൾട്ട് വരും. സോ വെയിറ്റ് ലിഫ്റ്റിംഗിലേക്ക് കടക്കാനായിട്ട് പറ്റും. അപ്പോൾ വെയിറ്റ് ലിഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ഒരു ട്രെയിനറുടെ സഹായത്തോടു കൂടി മാത്രമേ നിങ്ങൾ ആ ഒരു പരിപാടി ചെയ്യാനായിട്ട് പാടുള്ളൂ. നിങ്ങൾക്ക് ആ ഒരു വെയിറ്റ് എങ്ങനെയാണ് എടുക്കേണ്ടത്, എങ്ങനെയായിരിക്കണം നിങ്ങൾ അത് ക്യാരി ചെയ്യേണ്ടതെന്നൊക്കെ പ്രോപ്പർലി പറഞ്ഞു തരാൻ ഒരാൾ വേണം. അത് വളരെ മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ അല്ലാതെ എടുത്ത് പൊക്കിക്കൊണ്ടും നടുവിനൊക്കെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നല്ല രീതിക്ക് പണിയാവും. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് എടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമുക്ക് ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന സംഭവം എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള പുഷപ്പും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജോയിൻസിന്റെ ഒക്കെ നല്ല സ്ട്രെച്ച് ഒക്കെ ചെയ്ത് സെറ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തൽക്കാലം ചെയ്തിരുന്നാൽ മതി. CBT റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനെ ലൈറ്റ് ആയിട്ട് കാണരുത്. എന്നാൽ അതുപോലെ തന്നെ എന്താണ്, വളരെയധികം ഡീപ്പ് ആയിട്ടുള്ള ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അത് എങ്ങനെയാണ് ക്രാക്ക് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. നമുക്ക് ഈ ഒരു ടെസ്റ്റ് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്.
അപ്പോൾ മക്കളെ അതുപോലെ തന്നെ നമുക്ക് ലോങ് ടേം ഗ്രൂപ്പ് ഡി ബാച്ച് സൂപ്പർ നോട്ട്സിലുണ്ട്. നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ഡൗട്ടും കാര്യങ്ങളുണ്ടോ 8281223366 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതല്ലെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തേക്കാം. നിങ്ങൾക്ക് അഡ്മിഷൻ ആയിട്ട് തന്നെ വിളിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഫാക്കൽറ്റീസുമായിട്ട് ഡയറക്റ്റ്ലി നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഏത് രീതിയിലുള്ള മെന്റർ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതിയാവും. അഡ്മിഷന്റെ കാര്യത്തിന് വേണമെന്നില്ല. പിന്നെ നമ്മുടെ ക്ലാസ്സസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, പ്രോപ്പർ ആയിട്ട് പ്രിന്റ് എടുത്ത് പഠിക്കാനായിട്ട് പറ്റുന്ന ഇംഗ്ലീഷ് മലയാളത്തിലുള്ള അടിപൊളി നോട്ട് ഉണ്ട്, അടിപൊളി ക്ലാസ്സുകൾ ഉണ്ട്, പ്രോപ്പർ ആയിട്ടുള്ള വീക്ക്ലി മോട്ടിവേഷൻ ആൻഡ് സ്ട്രാറ്റജി സെഷൻസ് ഉണ്ട്, ടീച്ചേഴ്സ് ആയിട്ടുള്ള ലൈവ് ഇന്ററാക്ഷൻസ്, PYQ മോക്ക് ടെസ്റ്റ് തുടങ്ങി സകല സാധനങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ കിട്ടുന്നതാണ്. കൂടാതെ പ്രോപ്പർ സ്റ്റഡി പ്ലാനോട് കൂടിയായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതല്ലാതെ ചുമ്മാ നിങ്ങളുടെ ഇഷ്ടത്തിന് പഠിക്കാനായിട്ട് പറ്റില്ല. ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഞങ്ങൾ വീക്കിലി ഒരു സ്റ്റഡി പ്ലാൻ തരും, അതനുസരിച്ച് ക്ലാസ്സുകൾ നിങ്ങൾ കാണണം, പഠിച്ച ടോപ്പിക്സ് ഞങ്ങളോട് പറയണം എന്നിങ്ങനെ സകല കാര്യങ്ങളും നിങ്ങളും ചെയ്യേണ്ടി വരും, ഞങ്ങളും ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ഗിവ് ആൻഡ് ടേക്ക് അപ്രോച്ചിലൂടെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഒരു ഗ്രൂപ്പ് ഡി പരീക്ഷ ക്രാക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ബാച്ചിലൂടെ സാധിക്കുന്നതാണ്. ഫിസിക്കൽ ടെസ്റ്റിന് ഇതുവരെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാത്തവരാണെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളുക. ചെറുതായിട്ട് പരിപാടികളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തോളാം. വെയിറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനെ കുറിച്ചുള്ള തയ്യാറെടുപ്പുകളൊന്നും ഇതുവരെ ആരംഭിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ ചെറുതായിട്ട് ഈ പറഞ്ഞ പരിപാടികളൊക്കെ ഒന്ന് ചെയ്ത് തുടങ്ങിക്കോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.